നമസ്കാരം. അങ്ങനെ ഓങ്ങി ഓങ്ങി വെച്ചിരുന്ന ആ ഒരു മറുപടി ഇന്ത്യ അമേരിക്കയ്ക്കും പ്രത്യേകിച്ച് ട്രംപിനും യൂറോപ്യൻ യൂണിയന് നൽകിയിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. അതായത് ഇന്ത്യ ഉറ്റ സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ടും ഈ ഒതുക്കത്തിൽ ചതിക്കുക എന്നൊക്കെ പറയും നാട്ടുംപുറത്ത്. അത്തരത്തിൽ ഉള്ളൊരു നിലപാടാണ് ട്രംപ് ഇന്ത്യക്കെതിരെ സ്വീകരിച്ചത്. ഇന്ത്യ വലിയ സുഹൃത്തൊക്കെ തന്നെയാണ്, എന്നാലും ഇന്ത്യക്കെതിരെ 25% പ്രതികാര ചുങ്കം ഈടാക്കുന്നു, അല്ലെങ്കിൽ റഷ്യയുമായി വ്യാപാരം നടത്തുന്നതിൻ്റെ പേരിൽ 100% നിരക്ക് ഈടാക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. അത് ഏതാണ്ട് നടപ്പിലായും കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാരം ഏതാണ്ട് പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ ട്രംപ് പ്രതീക്ഷിച്ചത് ഇന്ത്യ സാഷ്ടാംഗം വീഴും എന്നുള്ളതാണ്. എന്നാൽ മുൻകാലങ്ങളിൽ അമേരിക്കയ്ക്ക് വിധേയപ്പെട്ട് അമേരിക്കയുടെ വിനീതദാസനായി നിന്ന ഇന്ത്യ അല്ല ഇപ്പോഴുള്ളത്. ഇന്ത്യ മാറി, ഇന്ത്യയുടെ നയം മാറി, ഇന്ത്യയുടെ ആയുധശേഷി മാറി, ഇന്ത്യയുടെ സാമ്പത്തിക ശേഷി മാറി, ഇന്ത്യയുടെ ഭരണകൂടത്തിനും മാറ്റമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും ഇത്തരം പിത്തലാട്ടങ്ങൾക്ക്, ഇത്തരം പൊറാട്ട് നാടകങ്ങൾക്ക് വഴിവെച്ച് കൊടുക്കണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. കൃത്യമായ നിലപാടാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ട്രംപിനും പ്രത്യേകിച്ച് ട്രംപിൻ്റെ നിഴല് പിടിച്ച യൂറോപ്യൻ യൂണിയനും ഇന്ത്യക്കെതിരെ നിലപാടെടുത്തിരുന്നു. ഇവർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്, അതായത് ട്രംപ് ഇപ്പോൾ നൽകുന്ന ഭീഷണി എന്താണ്? റഷ്യയുമായി ഇന്ത്യ വ്യാപാരം നടത്തുന്നു, അത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാനാകില്ല. കാരണം റഷ്യ ഉക്രൈനുമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നു. ആ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് എനിക്കൊരു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഉടനെ കിട്ടണമെന്നുള്ളതാണ് ട്രംപിൻ്റെ അത്യാഗ്രഹം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പറഞ്ഞാണ് ഇന്ത്യക്കെതിരെ ഇത്ര വലിയൊരു നികുതി, അതായത് 100% വരെ നികുതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടി ഇന്ത്യയുടെ ഇതിങ്ങനെയാണ്. അതായത് യഥാർത്ഥത്തിൽ റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഞങ്ങളല്ല, അത് നിങ്ങൾ തന്നെയാണ്. അതിൻ്റെ അർത്ഥം റഷ്യയുമായി ഇത്ര വലിയ ശത്രുത വെച്ച് പുലർത്തുമ്പോഴും അമേരിക്ക ഇപ്പോഴും അവിടെ നിന്ന് വ്യാപാരം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള കണക്കുകളും അതിൻ്റെ വസ്തുതകളും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതായത് അവർ തന്നെയാണ് റഷ്യയുമായി വ്യാപാരം നടത്തുന്നത്. ഈ അവർ എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയാണ്. അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. അതായത് ഈ ഇന്ത്യ എങ്ങനെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തത് എന്നുള്ളതിൻ്റെ കാരണം ഇന്ത്യ വിശദീകരിക്കും. അതായത് റഷ്യയും ഉക്രൈനുമായി സംഘർഷം തുടങ്ങി. അതിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ വലിയ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തിവെച്ചു. ഈ ഘട്ടത്തിൽ ഇന്ത്യ പരമ്പരാഗതമായി എണ്ണ വാങ്ങിക്കൊണ്ടിരുന്ന ഗൾഫ് രാജ്യങ്ങളുണ്ടല്ലോ, ആ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ കിട്ടുന്നതിന് പരിമിതി ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി തുടങ്ങിയത്. ഇതിനെ അമേരിക്ക ഒരു ഘട്ടത്തിൽ സ്വാഗതം ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതാണ് എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അതായത് മേഖലയുടെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആഗോള ഇന്ധന വിതരണ അല്ലെങ്കിൽ ഊർജ്ജ വിതരണ ആ ഒരു ബാലൻസ്, അതിൻ്റെ തുലനം അത് പാലിച്ചു പോകാൻ ഇന്ത്യയുടെ ഇടപെടൽ സഹായകരമാകും എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ നിലപാട്. അതിന് കാരണവുമുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങി ഇന്ത്യയിൽ സംസ്കരിച്ച് അത് പല ഉൽപ്പന്നങ്ങളായി, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ അടക്കമുള്ള ഇന്ധനങ്ങളായും ഉപോൽപ്പന്നങ്ങളായ ഗ്രീസ് അതേപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്തിരുന്നത്. അതായത് ഇന്ത്യ ഒരു ഇടനിലക്കാരൻ്റെ റോളാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഈ കാര്യത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന്, അതായത് ഇത്ര വലിയ ശത്രുത വെച്ച് പുലർത്തുമ്പോഴും ഇപ്പോഴും അമേരിക്ക റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നു. അത് ഇറക്കുമതി ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതായത് ഒന്ന് യുറേനിയവും അതേപോലെ തന്നെ ഹെക്സാഫ്ലൂറൈഡും. ഈ 2 ഘടകങ്ങളും അമേരിക്കയിലെ ആണവ റിയാക്ടറുകളിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ ഊർജ്ജ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഗതികളാണ്. ഇതുകൂടാതെ പള്ളാഡിയം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അത് അമേരിക്കയിൽ ഇപ്പോൾ അവിടെ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് വാഹനങ്ങളാണ്, പ്രത്യേകിച്ച് കാറുകൾ അടക്കമുള്ളവ. അതായത് ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് കാറുകൾ. ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുവായ പള്ളാഡിയം അത് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. അതുകൂടാതെ വളങ്ങൾ, ചില രാസവസ്തുക്കൾ അടക്കമുള്ളവയും അമേരിക്ക റഷ്യയിൽ നിന്ന് നിർബാധം ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതുകൂടാതെ ഇനി യൂറോപ്യൻ യൂണിയൻ ആണല്ലോ, യൂറോപ്യൻ യൂണിയനായിട്ടാണ് അടുത്ത കൊട്ട്. യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ചെയ്യുന്നത്, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024 യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായി നടത്തിയ
വ്യാപാര ഇടപാടെന്ന് പറയുന്നത് 67.5 ബില്യൺ യൂറോയുടെ വ്യാപാര ഇടപാട് നടത്തിയ ആളാണ് യൂറോപ്യൻ യൂണിയൻ. കൃത്യമായി ഓർക്കുക, 2024, അതായത് കഴിഞ്ഞ വർഷം. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഉക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷത്തോളമായി. അപ്പോഴാണ് കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയൻ ഇത്രയും വലിയൊരു ഇടപാട് റഷ്യയുമായി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കണക്കുകൾ വാസ്തവം ഉള്ളപ്പോഴാണ് അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നത്. അതുകൂടാതെ വീണ്ടും ഇന്ത്യ കണക്കുകൾ പുറത്തുവിടുന്നു. അതായത് യൂറോപ്യൻ യൂണിയനുമായി 2023 റഷ്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് നടത്തിയ വ്യാപാര ഇടപാടെന്ന് പറയുന്നത് 17.2 ബില്യൺ യൂറോയുടേതാണ്. ഈ കണക്കെന്ന് പറയുന്നത് ഇന്ത്യ റഷ്യയുമായി നടത്തിയ വ്യാപാര ഇടപാടിൻ്റെ എത്രയോ ഇരട്ടിയാണ്. ഇതിൻ്റെ പകുതി പോലും ഇന്ത്യ റഷ്യയുമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇതുകൂടാതെ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ നമ്മുടെ റഷ്യയിൽ നിന്നും പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 2024 16.5 മില്യൺ ടൺ പ്രകൃതിവാതകമാണ് യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. 2023 അതായത് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഇത് 15.21 മില്യൺ ടണ്ണായിരുന്നു. അതായത് 2023 കൂടുതൽ 2024 ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇത് ഒരു റെക്കോർഡാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സംഗതികളുണ്ട്. അതുകൂടാതെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെ നിന്ന് അതായത് വളം ഇറക്കുമതി ചെയ്യുന്നുണ്ട്, പിന്നെ മൈനിങ് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു, ചില രാസവസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നു, ഇരുമ്പ്, സ്റ്റീല്, ചില യന്ത്രോപകരണങ്ങളടക്കമുള്ളവ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് നിർബാധം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുമ്പോൾ മാത്രമാണ് ഇവർക്കൊക്കെ ഇത്ര കണ്ണുകടി. അപ്പോൾ ഇതൊക്കെ, അതായത് ഇത്തരം കണക്കുകൾ സഹിതം വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുമ്പോൾ ഇതിനെന്താണ് മറുപടി എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും വ്യക്തമാക്കേണ്ടതാണ്. അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നതാണ് ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം. പക്ഷേ ഇവർ ഒളിഞ്ഞും തെളിഞ്ഞും റഷ്യയുമായി ഇപ്പോഴും ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് ട്രംപ് ഈ കടുത്ത നിലപാടെടുത്തേക്കുന്നത്. ഏതാണ്ട് 25% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരിക്കുന്ന നികുതി. അതിന് കാരണമായി ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വൻ നികുതി ഏർപ്പെടുത്തുന്നു, ഏതാണ്ട് 40% വരെ ഇന്ത്യ നികുതി ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ വാദം. അപ്പോൾ അതിന് ചില കാരണങ്ങളുമുണ്ട്. കാരണം ഇന്ത്യ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന പല ഉൽപ്പന്നങ്ങളും, പ്രത്യേകിച്ച് കാർഷിക വിഭവങ്ങളടക്കം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനാണ് അമേരിക്കയുടെ നീക്കം. അത് ഇന്ത്യയിലെ കർഷകരുടെയും ഇന്ത്യയിലെ വ്യവസായികളുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണ് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വൻ നികുതി ഏർപ്പാടാക്കി അതിൻ്റെ ഇങ്ങോട്ടുള്ള വരവിനെ ചെറുത്തു നിർത്തുന്നത്. അത് ഇന്ത്യയിലെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി ഇന്ധനം വാങ്ങുന്നതിന് വേണ്ടിയാണല്ലോ. അതിലും വിദേശകാര്യ മന്ത്രാലയം, പ്രത്യേകിച്ച് ഇന്ത്യൻ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോള എണ്ണ വിപണിയിലെ സാഹചര്യം പരിഗണിച്ചാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയത്. കാരണം മറ്റ് വിദേശ രാജ്യങ്ങൾ, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ യൂറോപ്യൻ രാജ്യങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇന്ത്യക്ക് അവിടെ നിന്ന് എണ്ണ കിട്ടുന്നില്ല. അതുമാത്രമല്ല, റഷ്യ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ കുറഞ്ഞ നിരക്കിൽ ഇന്ധനം നൽകാമെന്ന്, ക്രൂഡ് ഓയിൽ നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നു. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യം സർക്കാരിന് പരിഗണിച്ചേ പറ്റൂ. കാരണം കുറഞ്ഞ നിരക്കിൽ ഏതാണ്ട് $60, ബാരലിന് $60 കണക്കെയാണ് റഷ്യ ഇന്ത്യക്ക് ഇന്ധനം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് മറ്റു മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഏതാണ്ട് $120 മുതൽ $130 വരെ ഇന്ത്യക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു അമിത പണച്ചെലവ് ഒഴിവാക്കാൻ, ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത്. അത് രാജ്യത്തെ ഇന്ധന സുരക്ഷയെയും അതേ ആഗോള വിപണിയിലെ സാഹചര്യങ്ങളും പരിഗണിച്ചാണ് ഇന്ത്യ ചെയ്തത്. അത് ചെയ്യാനായിട്ടുള്ള പരമാധികാരം ഒരു പരമാധികാര രാഷ്ട്രമായ ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ അവകാശമാണ്. അതിനെ ആരും തൽക്കാലം ചോദ്യം ചെയ്യാൻ വരണ്ട എന്നുള്ള ശക്തമായ നിലപാടാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഇപ്പോൾ അടിവരയിട്ട് പറയാം, അമേരിക്ക അല്ല, പഴയ അമേരിക്കയല്ല പുതിയ അമേരിക്ക. ഇന്ത്യയോട് അത്ര താല്പര്യവും മമതയില്ല. അതേപോലെ ട്രംപും മനസ്സിലാക്കുക, പഴയ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. ഇവിടെ ചോദിക്കാനും പറയാനും ചില ആളുകളുണ്ട്.